സജി ചെറിയ മിനിസ്റ്റർ പറഞ്ഞതും ആ വാക്ക് ആവർത്തിക്കുകയാണ്. നേരത്തെ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആത്മഹത്യാ സ്ക്വാഡാണ്. ആ ആത്മഹത്യാ സ്ക്വാഡാണ് യൂത്ത് കോൺഗ്രസ് ആയിട്ട് വരുന്നത്. ഇന്നിപ്പോൾ ഗവർണർക്കെതിരെ ഇന്നലെ SFI പ്രതിഷേധിച്ചു. SFIയുടെ പ്രതിഷേധത്തിൽ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. അവിടെ തലക്കടിയേറ്റ് രക്തം കിനിഞ്ഞു. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത് പരിചയമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? യുവമോർച്ച പ്രവർത്തകരെ ഒന്നും നിലവിൽ അത്ര വലിയ രീതിയിലുള്ള സമരമുഖത്ത് കാണാനുമില്ല. എന്താണ് സംഭവിക്കുന്നത്? അല്ല, യുവമോർച്ച എന്ത് ചെയ്യണമെന്നുള്ളത് യുവമോർച്ച തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും. ഈ തീരുമാനിച്ചിട്ടില്ല. കേരളത്തിൽ നടക്കുന്ന സമരാഭാസത്തെ ചർച്ച ചെയ്യുമ്പോൾ BJP വലിച്ചെടുക്കണ്ട. ഇവിടെ കേരളത്തിൽ കൃത്യമായി സംഭവിച്ചിട്ടുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. ആ യാത്ര നടക്കുമ്പോൾ അദ്ദേഹം എന്താണോ കേരളത്തോട് പറഞ്ഞത്, എന്താണോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, കാസർഗോഡ് പറഞ്ഞതല്ല ഇന്ന് പത്തനംതിട്ടയിൽ അദ്ദേഹം പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫോക്കസ് മാറുന്നു, പ്രസംഗത്തിന്റെ, അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെയും സംസാര രീതികൾ മാറുന്നു, വിഷയങ്ങൾ മാറുന്നു. സത്യത്തിൽ കാസർഗോഡ് പറഞ്ഞ കാര്യങ്ങളാണോ ഇവിടെ? എൻ്റെ സുഹൃത്ത് പറഞ്ഞു പരാതി സ്വീകരിച്ചെന്ന്. ആരുടെ പരാതിയാണ് കേരളത്തിൽ സ്വീകരിച്ചത് ഈ യാത്രയിൽ? ഇന്നിപ്പോ ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ യാത്ര അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ യാത്രയുടെ മുമ്പിൽ അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കില്ല. കൃത്യമായി കേരളത്തിൽ യാത്ര പരാജയപ്പെട്ടപ്പോൾ വരാൻ പോകുന്ന 3-4 മാസം കൊണ്ട് ഗവൺമെന്റിന് മുമ്പിൽ തൂങ്ങിച്ചാവണോ വിഷമടിച്ച് ചാവണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടിരിക്കുക ഗവൺമെന്റ്. കാരണം അത്ര കണ്ട് പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി ജനങ്ങളെ പറഞ്ഞു ധരിപ്പിക്കാം എന്ന് വിചാരിച്ചു തുടങ്ങിയ യാത്ര അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയപ്പെട്ടപ്പോൾ പുതിയ അടവാണ് ഇന്ന് കേരളത്തിന്റെ ഗവർണർക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗൂഢാലോചന. ഒരു കോൺസ്പിറൻസി കേരളത്തിലുണ്ട്. മുഖ്യമന്ത്രിയാണ് സംഘി ചാൻസലർ തുലയിട്ടെ, സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന് കറുത്ത വാക്കിൽ മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ പോസ്റ്ററുകൾ വന്നാൽ നാളെ മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന കോൺഫറൻസിയാണിത്. താങ്കളെ പോലുള്ള പത്രക്കാർ പോലും ആ കോൺഫറൻസിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയും. താങ്കൾ ഒരു ഡോക്ടറായില്ലേ? അല്ലേ? താങ്കൾ പോലും കേരളത്തിന്റെ ഗവർണറെ പൊതുമധ്യത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ പന്നി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ താങ്കൾക്ക് ഒരു മടിയും തരാമോ? ഞാൻ ആ വാക്ക് BJPയുടെ രാഷ്ട്രീയത്തിന് കണ്ണും പൂട്ടി സംസാരിക്കാൻ എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകരെ കിട്ടില്ല. വാസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേൾക്കൂ. ബർനാഡ് ഷാ പറഞ്ഞ വാചകത്തിൽ നിന്ന് ഒരു വാചകം കൂട്ടി പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ബർനാഡ് ഷാ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണോ പറഞ്ഞത്? താങ്കൾ പറയൂ. താങ്കൾ ആരെ പറ്റി പറഞ്ഞെന്നുള്ളതാണ് പറഞ്ഞത്. അല്ലല്ല, അത് പറഞ്ഞതുപോലെ